നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. അപ്പം ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് 1865 പുറപ്പെടുവിച്ച ഒരു വിളംബരമാണ്. അപ്പം നമുക്കത് ഓർത്തിരിക്കാൻ പണ്ടാരപ്പാട്ടം, പഞ്ചാരപ്പാട്ടം, അപ്പോൾ ഒരു 5, 6 എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് തലതിരിച്ചെഴുതാം. ആ ഒരു പേര് തന്നെ നമുക്കത് കാണാൻ പറ്റും. അപ്പം 1865 പണ്ടാരപ്പാട്ട വിളംബരം. അപ്പം ഇത് പുറപ്പെടുവിക്കുന്ന തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ആയില്യം തിരുനാളാണ്. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആ സമയത്തുള്ള ദിവാൻ എന്ന് പറയുന്നത് ടി മാധവറാവു ആയിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഈ തിരുവിതാംകൂറിൽ സർക്കാർ വക ഭൂമി ഉണ്ടാവും. അപ്പം ആ ഭൂമിയിൽ കുടിയാന്മാർ എന്ത് ചെയ്യും? കൃഷി ചെയ്യേണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കൃഷി ചെയ്യുന്ന ഭൂമി അവർക്ക് സ്വന്തമായി നൽകുന്ന നിയമം ആണ് ശരിക്കും ഈ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. സർക്കാർ വക ഭൂമിയാണ് നമ്മൾ പണ്ടാരവക ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഇതുവഴി എന്താണ്? കുടിയാൻ എന്താണ്? സർക്കാർ വക പാട്ടവസ്തുക്കൾ മേൽ അവകാശം സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ പണ്ടാരപ്പാട്ട വിളംബരത്തെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നോ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നോ നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മളോട് മാറിപ്പോവരുത്. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇത് വെറും തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട അഥവാ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട, അതപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരമാണ്. അപ്പം ഇതിൽ പറയുന്നുണ്ട് എന്താണ്? സർക്കാർ ഭൂമി ഇപ്പോൾ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഈ ഭൂമി എന്താണ് പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ വില ഈ ഒരു കുടിയാന് നൽകുമെന്നും പറയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജന്മികുടിയാൻ വിളംബരമാണ്. അപ്പം ഈ ഒരു പണ്ട് കാലത്ത് ഈ ഒരു തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടുള്ള ഭൂ ഉടമ സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ജന്മി സമ്പ്രദായമാണ്. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു? ജന്മി സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്ന ഭൂ ഉടമ സമ്പ്രദായം. അപ്പം ഈ ഒരു ജന്മികുടിയാൻ സമ്പ്രദായം നവീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തീരുമാനിക്കും? ആയില്യം തിരുനാൾ തീരുമാനിക്കും. അപ്പം അങ്ങനെ ആയില്യം തിരുനാൾ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ജന്മികുടിയാൻ സമ്പ്രദായം നവീകരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കമ്മീഷന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് ജസ്റ്റിസ് കുഞ്ഞിരാമൻ നായർ. അങ്ങനെ 1867 ജന്മികുടിയാൻ വിളംബരം പുറപ്പെടുവിക്കുന്നു. ഈ ജന്മികുടിയാൻ വിളംബരം എന്ന് പറയുന്നത് കാണപ്പാട്ട വിളംബരം എന്നും പറയുന്നുണ്ട്. അപ്പം ഈ വിളംബരം നമ്മുടെ പണ്ടാരപ്പാട്ട വിളംബരം കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോൾ ജന്മികുടിയാൻ വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പം ഇതിലൊരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ജന്മിമാരിൽ നിന്നുള്ള ചൂഷണത്തിൽ നിന്നും എന്താണ് കുടിയാന്മാർക്കുള്ളൊരു സംരക്ഷണം എന്ന രീതിയിലാണ് ജന്മികുടിയാൻ വിളംബരം പുറപ്പെടുവിപ്പിക്കുന്നത്. ഇനി നമുക്ക് കേരളത്തിൽ മൊത്തമായിട്ട് എപ്പോഴൊക്കെയായിരുന്നു ഈ ജന്മികുടിയാൻ നിയമം പാസ്സായത് എന്ന് നോക്കാം. തിരുവിതാംകൂറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1896 ഇത് നിയമമായിട്ട് പാസ്സാവുന്നത്. കൊച്ചിയിൽ വരികയാണെങ്കിൽ കൊച്ചിയിൽ ജന്മികുടിയാൻ നിയമം പാസ്സാവുന്നത് 1914 നമ്മുടെ മഹായുദ്ധം, ഒന്നാം മഹാലോക യുദ്ധം നടക്കുന്ന സമയത്ത്. ഇനി മലബാറിൽ വരുമ്പോൾ മലബാറിലെ ജന്മികുടിയാൻ നിയമം പാസ്സാകുന്നത് 1929. ഇത്രയാണ് നമ്മൾ ഇന്ന് പണ്ടാരപ്പാട്ട വിളംബരത്തിലും അതുപോലെ തന്നെ ജന്മികുടിയാൻ വിളംബരത്തിലും പിന്നെ എന്താണ് ജന്മികുടിയാൻ നിയമം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്.